ആഘാതങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. ഇത്രയും വേദന ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ചെയ്യുമ്പോഴായിരിക്കും. കൈ ഇങ്ങനെ കാണിച്ചു, കാലിങ്ങനെ കാണിച്ചു, അങ്ങനെയല്ല. നമ്മുടെ പല ഭാഗങ്ങളിലും നമുക്ക് വേദന തോന്നും. അവനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾ, അല്ലേ? ഇത് ചെയ്യാതെ ഒരിക്കലും നമ്മൾ യോഗയിലേക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെയാണ് നമ്മൾ യോഗ തുടങ്ങേണ്ടത്? അത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. സൂക്ഷ്മ വ്യായാമം എന്താണ്? വളരെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സട്ടിലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഒത്തിരി എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വാമപ്പ് എന്ന പോലെ തന്നെയാണ് സൂക്ഷ്മ വ്യായാമം. പക്ഷെ എങ്കിൽ പോലും ഇത്രയും കൂടി സട്ടിലായിട്ട് നമ്മൾക്ക് യോഗ എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്തേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഏത് പ്രായഭേദമന്യേ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ സൂക്ഷ്മ വ്യായാമം. നമ്മളുടെ ഓരോ ശരീരഭാഗങ്ങളെ എടുത്തെടുത്തെടുത്ത് നമ്മൾ വാമപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊന്ന് മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് യോഗ കൊണ്ടുണ്ടാവുന്ന പല പല സ്ട്രെയിനും, അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ അവരവരുടെ റേഞ്ചിൽ നിന്ന് ഒത്തിരി മുമ്പോട്ട് പോയിട്ട് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്നായിട്ടുള്ള ഒരു ആഘാതങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ നമുക്ക് തടയിടാനായിട്ട് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സൂക്ഷ്മ വ്യായാമം. ഇത് ചെയ്യാതെ ഒരിക്കലും നമ്മൾ യോഗയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അതുപോലെ തന്നെ തലയുടെയും സ്ട്രെച്ചുകളാണ്. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഇനി തല ഇരുവശങ്ങളിലേക്കും, അതായത് നേരെ നോക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. ഇനി ഇങ്ങനെ ശ്വാസം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് വളരെ ലൈറ്റായിട്ട് നോർമൽ ശ്വാസഗതിയിൽ ഇതുപോലെ തല ഇവിടെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റൊരു ഷോൾഡറിലേക്ക് നമ്മളുടെ ഈ താടി ഇതിലൂടെ ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇങ്ങനെ സെമി സർക്കിൾസ് ആയിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിലും ഈ ഷോൾഡറിൽ നിന്ന് നമ്മളപ്പോൾ ഇത് ചെയ്യാൻ നേരം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഷോൾഡറിന് ഒന്നും മൂവ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഇരുവശങ്ങളിലേക്ക് ചെയ്ത് നല്ല വേദന എടുക്കും. നമുക്ക് ചില സമയത്ത് നമ്മളുടെ ഒരു പൊസിഷനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും വേദന ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ചെയ്യുമ്പോഴായിരിക്കും. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ 3 തവണയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിത് 5 തവണയോ അല്ലെങ്കിൽ 9 തവണയോ 10 തവണയോ എത്ര വേണമെങ്കിലും ചെയ്യാം. അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻ്റാണ്. അപ്പോൾ നമ്മളൊരു മുഷ്ടിയിൽ പിടിച്ചതിന് ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് ഈ ഫുള്ള് ആം റൊട്ടേഷൻ 3 തവണ ചെയ്യുക. അതിനുശേഷം അപ്പോൾ വേണമെങ്കിൽ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, അതിനുശേഷം ഈ ഒരു കൈ മറ്റൊരു കൈയുടെ ഉള്ളിലാക്കി കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു നല്ലൊരു സ്ട്രെച്ച് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ തിരിച്ച് ഈ കൈ ഇതിൻ്റെ ഉള്ളിൽ ഈ കൈ വെച്ചിട്ട് അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത് എൽബോ ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ വിരലുകൾ താഴത്തേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്ട്രെച്ച് ചെയ്യും. കാരണം നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും ഈ ഒരു സ്ട്രെച്ച് ഭയങ്കരമായിട്ട് നമ്മളുടെ നെർവ്സിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ
തിരിച്ച് 1 2 and 3. ഇനി ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൽബോ ജോയിൻറ്റിനുള്ളൊരു ആക്ടിവേഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ റിസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ക്ലോക്ക് വൈസ് ചെയ്യുക, അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക, അതേപോലെ തന്നെ തിരിച്ചിവിടെ പിടിച്ചതിന് ശേഷം ക്ലോക്ക് വൈസ്, അതുപോലെ തന്നെ ഫിംഗർ സ്ട്രെച്ചസ്. ക്യാമറയുടെ ബാക്കിലിരിക്കുന്നവർക്കും ചെയ്യാം. ഓക്കെ, എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ 2 ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതായത് പഠിപ്പിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ആക്ച്വലി നിങ്ങളുടെ ഈ കൈയിൻ്റെയും കാലിൻ്റെയും സ്ട്രെയിറ്റ് നമ്മളത് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ കൈകൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റിഫ്ലെക്സോളജി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ കൈയിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ ഈ പത്തിയിൽ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മുടെ പല ഭാഗങ്ങളിലും നമുക്ക് വേദന തോന്നും. ആ വേദന തോന്നുന്നത് വേറൊന്നുമല്ല, അത് ഓരോ പാർട്സും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിനോ അല്ലെങ്കിൽ കാതിനോ വയറിനോ സ്പൈനിനോ ഒക്കെ വേദനകളാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വശം എന്ന് പറയുന്നത് നമ്മുടെ തലയും കഴുത്തും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയൊക്കെ സെൻസ് ഓർഗൻസ് ആണ്, കണ്ണൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ കൈയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരു റിഫ്ലെക്സോളജി പോയിന്റ്സ് ഒക്കെ, ഇതൊന്നും നമ്മൾ യൂഷ്വലി നമ്മളുടെ യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊന്നും കാര്യങ്ങളിലേക്ക് വിശദീകരിച്ച് പോകുക. എല്ലാവരും തിരക്ക് പിടിച്ച് പാച്ചിലാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എത്രയും കൈ ഇങ്ങനെ കാണിച്ചു, കാലിങ്ങനെ കാണിച്ചു, അങ്ങനെയല്ല. ഒരു സൂക്ഷ്മ വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഓരോ ഭാഗങ്ങളെയും നമ്മൾ അതിനെ മനസ്സിലാക്കി പോകുന്നതാണ് സൂക്ഷ്മ വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് മുഷ്ടിയിൽ ഇങ്ങനെ കൈ ടൈറ്റായിട്ട് പിടിക്കുക, എന്നിട്ട് റിലീസ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്, നമ്മുടെ ബ്രെയിനും ആക്ടിവേറ്റ് ആവും. മുഷ്ടിയിൽ പിടിക്കുക ആൻഡ് വൺ മോർ ടൈം, ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിഗിൾ ചെയ്യാൻ പറയും. നമ്മുടെ കൈ ഇങ്ങനെ ഇത് ചെയ്തിട്ട്, ചിലവർ പറയില്ല എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫുള്ള് മരവിച്ചിരിക്കുമായിരുന്നു. ഇതിനൊക്കെ നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന നമ്മുടെ കഴുത്ത് തൊട്ട് ഈ നടുവരെയുള്ള സ്പൈൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾ, അല്ലേ? അല്ലെങ്കിൽ അവനെയാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ഒരു ദിവസം മുഴുവൻ ഈ സ്പൈൻ നമ്മളെ ചുമന്നെടുക്കുക. ഇനി നമുക്ക് സ്പൈനിനെ ചുമക്കാനുള്ളൊരു ഏറ്റവും നല്ല ഒരു പൊസിഷനാണ് ഈ ക്യാറ്റ് ആൻഡ് കൗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ നടു ഇവിടെ ഈ ഭാഗം ഇതാണ് നോർമൽ പൊസിഷൻ. നമ്മൾ ഇതിനെ ഒന്ന് റിലാക്സ് ആക്കി ഒന്ന് ഒടിച്ചിടുക എന്ന് പറയില്ലേ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ഒടിച്ചിടുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴിച്ച് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് റിലാക്സ് ചെയ്ത് ഈ തലയും കൂടി നമ്മളിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ശ്വാസം റിലാക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ഈ വയറിൻ്റെ ഭാഗത്തൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇത് സൂക്ഷ്മ വ്യായാമം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലൈറ്റായിട്ടുള്ള ആ ഒരു ബ്രീത്തിങ്ങും കാര്യങ്ങളും മാത്രമേ എടുക്കുന്നുള്ളൂ. വേറെ അഭ്യാസങ്ങൾക്കൊന്നും തന്നെ പോകുന്നില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഉള്ളിൽ വളരെ സ്ട്രെച്ച് ചെയ്ത് സ്പൈനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ടോസ് ഉണ്ടല്ലോ, ഈ ടോസ് ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രെച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ നല്ലൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല വേദന എടുക്കും, പക്ഷെ നമ്മളത് സഹിക്കുക, കുറച്ച് സഹിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടും അസഹനീയമായ വേദനയാണെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ടോസിൻ്റെ സഹായത്തോടു കൂടി ഇതിങ്ങനെ ഇരിക്കുക. ഇരുന്ന് നോക്കിക്കോ, എൻ്റെ മുമ്പിലുള്ളവരൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിക്കോ. അപ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ വേദനയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാൻ പറ്റും. ഇതെനിക്ക് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കുന്ന ട്യൂട്ടോറിയലായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നവരെയൊക്കെ ഞാൻ യോഗ ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെയുള്ള ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നില്ലേ, നല്ല നല്ല വേദനയായിരിക്കും. നമ്മൾ പോലും അറിയില്ല
എത്രത്തോളം. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഈ ചില ആൾക്കാർ കാലൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പൊട്ടൽ വീഴുന്നൊക്കെ ഒരു രീതിയിലും അവർ കുറേ നാളുകളോളം ആ ഒരു ആംഗിൾ ജോയിന്റിന് മൊബിലിറ്റി കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അത് പൊട്ടാനുള്ള സാധ്യതയിലേക്ക് പെട്ടെന്ന് വരുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള മൊബിലിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് മാറിക്കിട്ടുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൈൻ നന്നായിട്ട് നട്ടിൽ നിവർത്തിയിട്ട്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ വജ്രാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ ക്രോസ് ലെഗിലിരിക്കാം. ഇടത് കൈ വലത് കാലിൽ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് അപ്പുറത്ത് ഇതുപോലെ ഒരു 6 തവണ 3 തവണ ഇരുവശങ്ങളിലേക്കും. And one more time. അപ്പൊ നമ്മുടെ സ്പൈൻ നമ്മൾ ആദ്യം ആ ക്യാറ്റ് ആൻഡ് കൗ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് അതിൽ ലോഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, നമ്മളൊന്ന് അൺലോഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കാലിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രെച്ച് ചെയ്തു. അതിനുശേഷം ഈ സ്പൈനിൻ്റെ ഉള്ളിലുള്ള ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചമ്രം പടിഞ്ഞിരുന്ന ക്രോസ് ലെഗ് പൊസിഷൻ, ഈസി സിറ്റിംഗ് പൊസിഷനാണ്, അല്ലാതെ പത്മാസന അല്ല, ഈസി ക്രോസ് ലെഗ് പൊസിഷൻ. അതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ, അതായത് നേരത്തെ വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യും. ഇതുപോലെ ഒരു 6 തവണ 3 എക്സേൽ ചെയ്ത് തിരിച്ച് ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്ത് തിരിച്ചു വരിക, വീണ്ടും ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്ത് തിരിച്ചു വരിക. ഇങ്ങനെ ഒരു മൊത്തം 6 തവണ ചെയ്യും. അതിനുശേഷം കാലുകൾ നീട്ടി വയ്ക്കുക. നമ്മൾ നേരെയാണോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അതായത് സിറ്റിംഗ് പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ റൈറ്റും ലെഫ്റ്റും ബാലൻസ്ഡ് ആണോ എന്ന് അറിയണമെങ്കിൽ കൈയിൻ്റെ സഹായം ഇല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആംഗിൾ ജോയിൻറ്റ് മൂവ്മെൻറ്റ്, അപ്പം നമ്മൾ ആംഗിൾ ജോയിൻറ്റിൻ്റെ ഈ ടോസ് ഒന്ന് ഇൻസൈഡ് വയ്ക്കുക. അന്നേരം ഇൻസൈഡ് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന നീ മസിൽസിനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലിഗമെൻസിനായിരിക്കും. ഇൻസൈഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എക്സൈൽ. ഇപ്പം ഞാൻ എക്സൈൽ വായിലൂടെയാണ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ശ്വാസം മൂക്കിലൂടെ വരും. അതിനുശേഷം പുറത്തേക്ക് ഔട്ട് ആൻഡ് ഇൻ, out and in. One more time, out and in. ഇനി ആംഗിൾ മൊത്തം ജോയിൻ്റ് ആണ്, റൊട്ടേഷൻ 1 2 and 3. തിരിച്ചതുപോലെ തന്നെ 1 2 and 3. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫുള്ള് ടോസ് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക, റിലാക്സ്, സ്ക്വീസ് ചെയ്യുക, റിലാക്സ്. One more time, squeeze and relax. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ മുഴുവൻ ഭാഗങ്ങളും, നമ്മുടെ ശരീരം തല തൊട്ട് കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഹിപ്പ് ജോയിൻ്റെ ഒരു മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഒരു ഫീറ്റ് ഇതുപോലെ ഒരു പൊസിഷൻ ആക്കിയിട്ട് നമുക്കിങ്ങനെ ബട്ടർഫ്ലൈ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൂടി നമുക്കിങ്ങനെ ചെയ്യാം. അങ്ങനെ ഫീറ്റ് ടു ഫീറ്റ്. അപ്പോൾ നമ്മൾ നടു ഇങ്ങനെ ഇരിക്കരുത്, നിവർത്തിയിട്ട് തന്നെ ഇരിക്കുക. അപ്പം ആദ്യം ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, കാരണം അവരുടെ ഫുള്ള് ഹിപ്പ് ലോക്ക്ഡ് ആയിരിക്കും. ഇരുന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ലോക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം ഈ വലത് കൈ കൊണ്ട്, അതായത് ഇതെൻ്റെ വലത് കാലാണ്, വലത് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോക്ക് കുറച്ചൊന്ന് മാറും. അപ്പം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെയും ഒന്ന് റിലീസ് ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗവും നമ്മളുടെ നന്നായിട്ട് റിലീസായി. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മ വ്യായാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ സൂക്ഷ്മ വ്യായാമം നമ്മുടെ മുഖത്തെ, അതായത് നമ്മളിങ്ങനെ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മസിൽസൊക്കെ ഇത് ആക്ടിവേറ്റ് ആവും. അതുപോലെ വൈഡായിട്ട് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ഇത് ചെയ്തിട്ട് കണ്ണ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നെക്കിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും സൂക്ഷ്മ വ്യായാമം.
അപ്പോൾ അതിൻ്റെ ഒരു സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എൻ്റെ പേഷ്യൻസ് എന്നോടൊന്ന് ഒരു ട്യൂട്ടോറിയൽ ആക്കിയിട്ട് അവർക്ക് ഡെയിലി പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എല്ലാ ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ സൂക്ഷ്മ വ്യായാമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ സൂര്യ നമസ്കാരത്തിൻ്റെ വീഡിയോസ് എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഒരു മ്യൂസിക് വെച്ച് ശവാസനത്തിൽ കിടന്ന് റിലാക്സ് ചെയ്യുക. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്രമം എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യും.